അപ്പോൾ നമ്മൾ കയ്യിൽ വെക്കുന്നതിൻ്റെ നമുക്ക് റിസ്ക്കും ഇല്ല. കാരണം നമുക്കത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമുക്കത് ഫിസിക്കൽ ഗോൾഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഗുണം. നമസ്കാരം. OUTTV 24/7 ഇന്ന് എത്തിയിരിക്കുന്നത് മൈ ഗോൾഡ് വാലറ്റ് എന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ്. ശ്രീജിത്തെ നമസ്കാരം. നമസ്കാരം. മൈ ഗോൾഡ് വാലറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പം എന്താണ് ഗോൾഡും നമുക്ക് ഈ ഒരു വാലറ്റും കൊണ്ടുള്ള പ്രയോജനം? നമ്മൾ ഗോൾഡിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളായാലും വിദേശത്തിലെ ആളുകളായാലും ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും അത് സൂക്ഷിച്ചു വെക്കുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഗോൾഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫ്യൂച്ചർ ഡിജിറ്റലാണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഡിജിറ്റൽ നമ്മുടെ ട്രേഡിങ്ങും ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ഗാംബ്ലിംഗ് അടിച്ച് ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരും ട്രേഡിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആളുകളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈ ഗോൾഡ് വാലറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഇപ്പോൾ ഏറ്റവും കുറവുള്ള വാല്യൂ വെച്ച് 100 dirhams മുതൽ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെക്കുന്നതിൻ്റെ നമുക്ക് റിസ്ക്കും ഇല്ല. കാരണം നമുക്കത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമുക്കത് ഫിസിക്കൽ ഗോൾഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഇത് നമുക്ക് എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റെവല്യൂഷൻ വരാൻ പോകുന്നത് ഡിജിറ്റലാണ്. ഇപ്പോൾ എ ഒക്കെ ജനറേറ്റഡ് ആയി, എ ഒക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയി. ഇതുപോലെ തന്നെ ഒരു മേഖലയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡുകളും. ഇപ്പോൾ കയ്യിൽ ഗോൾഡ് നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ഗോൾഡിൻ്റെ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെക്കുന്നതിൻ്റെ റിസ്ക്കും അതിലും അത്രയും കൂടുതലാണ്. ഇതൊരു സേഫ് അസറ്റായിട്ട് നമുക്ക് ഡിജിറ്റലി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ ഇരിക്കുന്നതിൻ്റെ റിസ്ക് നമുക്കില്ല. അപ്പോൾ നമുക്കത് എപ്പോഴും നമ്മൾ ഡിജിറ്റലായിട്ട് നമുക്ക് വാങ്ങി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.